നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഈ ശ്വേതാമേനോന്റെ ചോദ്യങ്ങളായിരിക്കും. നിങ്ങൾ എന്ത് അല്ലേ? കറക്റ്റ് അല്ലേ? അല്ല, എൻ്റെ ഒരു അസംഷനായിരുന്നു. കാരണം എന്നെ കണ്ടപ്പോൾ ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻസ്. നമ്മളിപ്പോൾ ശ്വേതാമേനോന്റെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള അങ്ങനെയല്ലേ? അതല്ലേ എല്ലാവരും മനസ്സിൽ? അതുകൊണ്ട് ഓക്കെ ആയിക്കോട്ടെ, വിരോധമില്ല. അതെ, വെള്ളം ശ്വേതാമേനോടെതിരെ കേസെടുത്ത കാര്യത്തിൽ ഞാൻ ഒരുപാട് വിയോജിപ്പുണ്ട് അതിനകത്ത്. ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. അത് ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്വേതാമേനോനെതിരെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു ഇവൻറ്റിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ ഒരു സന്ദർഭത്തിൻ്റെ ഒരു ഒക്കേഷൻ. അതെന്ന് വെച്ചാൽ ഈ അമ്മ എന്ന സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട, ഇന്നേ വരെ അമ്മയുടെ ചരിത്രത്തിൽ ഉണ്ടായത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ ഒരു അജണ്ട തന്നെ, വലിയ റിസ്ക് എടുത്തിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഈ ഒരു ഇലക്ഷനെ നമ്മൾ കാണുന്നത് ഈ അമ്മ എന്ന സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് കൊണ്ട് അമ്മയുടെ നിലനിൽപ്പ് തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. അപ്പോൾ ഇതിനെ ഏതോ ഒരു ശക്തി അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഇലക്ഷനെ ഡിസ്റ്റർബ് ചെയ്യുക. ഈ അമ്മയുടെ ഈ 15-ാം തീയതി വരാൻ പോകുന്ന ഇലക്ഷനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഏതോ ഒരു ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒരു ശ്രമഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി. അല്ലാണ്ട് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ ഷാനവാസിന്റെ ഫ്യൂണറൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ടൊരു ഫോണിലാണ് എനിക്കിത് കിട്ടിയത്. പക്ഷെ ഞാൻ വാസ്തവത്തിൽ എനിക്ക് ഷോക്കായി പോയി, വേദന തോന്നി, വിഷമം തോന്നി. കാരണം ശ്വേതാമേനോൻ എൻ്റെ ഒരു ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നതിനേക്കാളേറെ അമ്മയുടെ ഒരു അംഗമാണ്, റെസ്പെക്റ്റബിൾ പേഴ്സണാണ് അവർക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ പറഞ്ഞു അത് ഒരിക്കലും നടക്കുന്നതല്ല. അത് ഈ FIR എന്ന് പറഞ്ഞ സാധനം വെരി ബുൾഷിറ്റ് ആണെന്ന് പറയും. ഇറ്റ്സ് നോൺസെൻസ്. അതൊന്നുമില്ല. ഇപ്പൊ ഇത് കോടതിയിൽ പോയ ഫസ്റ്റ് അവറിൽ തന്നെ ഇത് തള്ളും എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഉണ്ടാവാനൊരു സാധ്യത കുറവാണ്. ഇത് അമ്മയ്ക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് അകത്തുള്ള ഒരു ശക്തിയല്ല ഇത്. അത് ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം അമ്മയല്ലോ അല്ലെങ്കിൽ നമ്മുടെ സിനിമ വ്യവസായത്തിൽപ്പെട്ട ഒരു സംഘടനയ്ക്കോ ഇതുപോലെ ഒരു ക്രൂരത ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായല്ലോ? ഒരിക്കലും അങ്ങനെ ഒരു അമ്മയുള്ള അംഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്, വളരെ ശക്തമായ രീതിയിലുള്ള മലയാള സിനിമ സംഘടനകളുണ്ട്. അതിനകത്ത് ഒരു മനുഷ്യനും ഇതേപോലെ ഒരു ക്രൂരത ചെയ്യാൻ പുറപ്പെടില്ല. അങ്ങനെ ചെയ്യാനുള്ള മനസ്സില്ലാത്തവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ അമ്മ എന്ന സംഘടനയെ തകർക്കണമെന്ന് കുറച്ച് കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു ശക്തി, എനിക്ക് ശക്തി ഏതാണെന്ന് അറിയില്ല കേട്ടോ, പക്ഷെ ദർ ഇസ് എ ഫോഴ്സ്. അപ്പോൾ ആ ശക്തി പറയുന്നത് ഇപ്പോൾ ഈ ഏറ്റവും ബെസ്റ്റ് ആദ്യം അവർക്ക് ചെയ്യാനുള്ളത് ഈ ഇലക്ഷനെ ഡിസ്റ്റർബ് ചെയ്താൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അമ്മയെ സംബന്ധിച്ചിടത്തോളം. എനിക്കങ്ങനെ സംശയിക്കാൻ പറ്റില്ല. കാരണം ഞാനിതിൻ്റെ അകത്തുള്ള ഒരാളാണ്. ഞാൻ ഈ അമ്മ എന്ന ഒരു സംഘടന എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അംഗങ്ങളെ തന്നെ എനിക്ക് തെറ്റിദ്ധരിക്കാൻ ഈ സമയത്ത് എനിക്ക് പറ്റില്ല. കാരണം അത് ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ സംഘടന, ഒരു കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ശക്തമായ രീതിയിൽ ആരാണെങ്കിലും ശരി അവിടെ മുഖം നോക്കാതെ ഇതിന്റെ പിന്നിലുള്ള ആരാണ്, ആരായാലും ഇപ്പൊ അമ്മയുടെ സംഘടനയിൽ അകത്തുള്ള അംഗങ്ങളാണെങ്കിൽ തന്നെ മുഖം നോക്കാതെ അത് ഞങ്ങളുടെ കമ്മിറ്റി നടപടിയെടുക്കും. അത് ശ്വേതയുടെ ഒപ്പീനിയനാണ്. എനിക്കതിനോട് യോജിപ്പുണ്ടെന്ന് തോന്നുന്നില്ല. അത് ശ്വേത മേനോന്റെ ഒരു അഭിപ്രായമായിരിക്കും. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള ഒരു നിവൃത്തി ഇപ്പം ഇല്ല എനിക്ക്. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യം തന്നെയാണ് അത്. വാസ്തവത്തിൽ ഇതിന് അത് എന്തുകൊണ്ടാണ് ഇതുവരെ നടപടി എടുക്കാത്തത് എന്ന് എൻ്റെ ഉള്ളിലൊരു ചോദ്യം തന്നെയാണത്. എൻ്റെ ഉള്ളിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ അങ്ങനോട് ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഇതേവരേക്ക് അങ്ങനെ
അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അതും 2018 നടന്നൊരു സംഭവമാണ്. ഇതേവരെ അത് ചെയ്തവരാരാണെങ്കിലും അത് തെറ്റാണ് അവർ ചെയ്തത്. അതിന് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. കാരണം അമ്മയ്ക്കൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ വന്നിട്ട് എന്താണ് നിങ്ങൾ, അല്ലാണ്ട് നമ്മളൊരു ഒരു റെക്കോർഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാനത്. അത് എന്തുകൊണ്ട് അമ്മ ആക്ഷൻ എടുത്തില്ല എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ അത് അത് തെറ്റ് തന്നെയാണ്. ഇല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിപ്പോൾ നമ്മളൊക്കെ കൂടിയിട്ട് ഇപ്പോൾ സപ്പോസ് ഒരു പുതിയൊരു കമ്മിറ്റി വരികയാണെങ്കിൽ ഞങ്ങൾ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ കുറേ സ്റ്റഡി ചെയ്തു. ഇതിന് ശേഷം എനിക്കറിയാം, ഞാൻ ഒരു അംഗമെന്ന നിലയ്ക്ക് ഒരുപാട്, ഞാൻ 2-3 തവണ ഒരു ടേംസിലൊക്കെ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ അമ്മയുടെ ഈ അകലെയാണെങ്കിലും ഞാൻ കൂടുതലും തമിഴും തെലുങ്കും പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ അന്നൊന്നും എനിക്ക് അമ്മയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ നടക്കുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു. കുറെ പ്രശ്നങ്ങളുണ്ട്. അമ്മ പ്രശ്നങ്ങളില്ലാത്തൊരു ഓർഗനൈസേഷൻ അല്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മാരകമായ പ്രശ്നങ്ങളല്ല. മാരകമായ പ്രശ്നങ്ങൾ അതിനകത്തില്ല. അത് അമ്മ എന്ന സംഘടനയിൽ അമ്മയ്ക്ക് എതിരല്ല. അമ്മയ്ക്കെതിരല്ല. ഈ അംഗങ്ങൾ തമ്മിലുള്ള ഒരു പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ് ആണ്. ഈഗോ കോംപ്ലക്സ് ആയിരിക്കാം. ഒരു സെൻസിറ്റീവാണ് എല്ലാവരും. ആർട്ടിസ്റ്റുകൾ മുഴുവനും, കലാകാരന്മാരും കലാകാരികളും വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അവർക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ അവരിങ്ങനെ പെട്ടെന്ന് ഇതാവും, ഒരു തരം സെൻസിറ്റീവായിട്ട് മാറുകയും അതിന്റെ പേരിലുള്ള ചില ഈ അലക്കുകളാണ് കാണുന്നത്. ഈ അലക്കൽ ചിങ് ആ അലക്ക് വരുന്നുണ്ട്. തെറ്റാണത്. ഞാനത് യോജിക്കുന്നു. അതിന്റെ കാര്യത്തിൽ ആ ചോദ്യത്തോട് യോജിക്കുന്നു. അത് അവർ ചെയ്തത് ശരിയല്ലത്. അവർക്ക് ചെയ്യാവുന്നത്, അമ്മ എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷനിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ കൊണ്ടുവന്നിട്ട് ഇതിനെപ്പറ്റി, ഇപ്പോൾ സപ്പോസ് ഞാൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് വരികയാണെങ്കിൽ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഞാൻ കാണും. ഞാൻ അക്രോസ് ദ ടേബിൾ ഈ പരസ്പരം അടികൂടുന്ന എല്ലാ അംഗങ്ങളെയും വിളിച്ചു വരുത്തി അവർ അക്രോസ് ദ ടേബിൾ ഇരുന്നുകൊണ്ട് അവരുടെ പരാതി എന്താണ്, അവരുടെ വേദന എന്താണെന്ന് എന്ന് മനസ്സിലാക്കി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാവുന്നതുള്ളൂ. അല്ലാതെ ഇത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇന്ന് അമ്മയിൽ നിലനിൽക്കുന്നില്ല. നല്ലത് സംഭവിക്കുള്ളൂ. അംഗങ്ങൾക്ക് ഒരു കോട്ടവും ഇല്ലാത്ത രീതിയിൽ, അമ്മയുടെ ഇമേജിന് ഒരു കോട്ടവും ബാധിക്കാത്ത രീതിയിലുള്ള ഒരു നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുള്ളൂ. അത് എൻ്റെ ഒരു പ്രതീക്ഷ മാത്രമല്ല, എൻ്റെ ഒരു വാഗ്ദാനം തന്നെയാണ്. ഇല്ല, ഞാൻ പറഞ്ഞ അമ്മ ഒരു കലാകാരികളോട് ഒരു സംഘടനയാണ്. എല്ലാവരും സമ്മതിക്കുമല്ലോ. കലാകാരന്മാർ എങ്ങനെ ഉണ്ടാവുന്നത്? പ്രേക്ഷകരുടെ കയ്യടി കൊണ്ട് മാത്രമാണ് കലാകാരന്മാർ ഉണ്ടാകുന്നത്. നിങ്ങളാണ് മാധ്യമങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ കലാകാരം ഉണ്ടാവുന്നുള്ളൂ. അതായത് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് മാധ്യമങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ പറയാണ് ഇത് ഞങ്ങളുടെ കാര്യമാണ്, ഇത് ഇന്റേണൽ പ്രോബ്ലമാണ് അമ്മയോട് പറയുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമമാണ് നിങ്ങൾ. അപ്പൊ അതിന്റെ അല്ലാതെ 506 പേരുടെ പ്രശ്നമല്ല. എന്തിനാണ് മാധ്യമങ്ങൾ ഇടപെടുന്നത്, എന്തിനാണ് പ്രേക്ഷകർ ഇതിനെപ്പറ്റി ഇടപെടുന്നത്? അത് ശരിയല്ല. ഞങ്ങൾ ഇന്ന് ഇവിടെ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ പ്രേക്ഷകർ എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ടാണ് ആസ് എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ എനിക്ക് നിങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ അമ്മയുടെ കാര്യം ഞങ്ങൾ ഇന്റേണൽ ഇതാണെന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കാൻ അത് തെറ്റാണ്. അത് അറിയിച്ചേ പറ്റൂ. അറിയിച്ചില്ലെങ്കിൽ അത് കുറ്റമാണ്. അപ്പോഴാണ് തെറ്റിദ്ധാരണകൾ എങ്ങനെ വരുന്നത്. തെറ്റിദ്ധാരണയാണ് ഏറ്റവും മാക്സിമം അമ്മ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. തെറ്റിദ്ധാരണകളാണ്. അമ്മ ഒരുപാട്, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച പറഞ്ഞ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അമ്മ. അമ്മയ്ക്ക് അങ്ങനെ ഇപ്പൊ അന്ന് വന്നപ്പോൾ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. രാഷ്ട്രീയം ഉണ്ടോ, അല്ലെങ്കിൽ ഓരോരുത്തരും നിങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയവൽക്കരിക്കാൻ പോവുകയാണോ? ആരോ എന്നോട് ചോദിച്ചു കാവ്യവൽക്കരിക്കാൻ പോവുകയാണ്. ഒന്നുമില്ല, അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മാത്രമല്ലല്ലോ ഈ രാഷ്ട്രീയക്കാരൻ. മമ്മൂട്ടി രാഷ്ട്രീയക്കാരനല്ലേ? CPM-ന്റെ ആളല്ലേ? മുകേഷ് രാഷ്ട്രീയക്കാരനല്ലേ? CPM-ന്റെ ആളല്ലേ? മറ്റേ ജഗദീശ് രാഷ്ട്രീയക്കാരനല്ലേ? കോൺഗ്രസിന്റെ ആളല്ലേ? ഇങ്ങനെ ഒന്നും വേർതിരിവ് ഞങ്ങളുടെ അമ്മയിലില്ല, ഇതേവരെ ഉണ്ടായിട്ടില്ല. അത് വേറെ രാഷ്ട്രീയം എന്നുള്ളത് പുറത്തുള്ള സംഭവങ്ങളാണ്. ഇതിനകത്ത് ഈ കക്ഷി രാഷ്ട്രീയത്തിനെ പറ്റിയോ കളർ ഓഫ് ദി രാഷ്ട്രീയത്തിനെ പറ്റിയോ ഒന്നും ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടായിട്ടില്ല.
അപ്പോൾ ഇത് ഞങ്ങളുടെ ഇത് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമുക്കൊരു സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു കലാകാരൻ. കാരണം അവരുടെ പൈസ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, പ്രേക്ഷകരുടെ പൈസ കൊണ്ടാണ്. അപ്പോൾ അതിന് നമ്മൾ വി ഹാവ് ടു റിട്ടേൺ ദം. അതിനാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ അമ്മയിലുള്ള ഈ ഒരുപാട് ഈ പിന്നെ ചാരിറ്റബിൾ കാര്യങ്ങൾ ചെയ്യുന്ന ഒക്കെ. ഞാൻ പറഞ്ഞിട്ട് ഒറ്റ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ അമ്മയ്ക്ക് എന്ത് പറ്റിയാൽ ഏറ്റവും കൂടി വേദനിക്കുന്നതെന്ന് അറിയും. 350 ആർട്ടിസ്റ്റുകൾ വേദന അനുഭവിക്കുന്ന, അതായത് കഷ്ടപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ പറഞ്ഞ ഈ മോഹൻലാലിനും മമ്മൂട്ടീനും ഒക്കെ കണ്ടിട്ടൊന്നും സിനിമയെ അളക്കാൻ പറ്റില്ല നമ്മൾ. നോ, അതല്ല സിനിമ. നിങ്ങൾ അകത്തളങ്ങളിലേക്ക് പോവുക, നിങ്ങൾ ബാക്ക് യാർഡിലേക്ക് പോകണം, സിനിമയുടെ ബാക്ക് യാർഡിലേക്ക് പോകാം. അപ്പോഴാണ് മനസ്സിലാവുക ഇതിനകത്തുള്ള ദുരന്തങ്ങൾ, കഷ്ടപ്പാടുകൾ, പട്ടിണികൾ. അപ്പോൾ ഈ അമ്മയുടെ ഏറ്റവും വലിയൊരു നന്മ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അമ്മ രൂപവൽക്കരിക്കപ്പെട്ടത്. വർഷങ്ങൾക്ക് മുമ്പ് 31 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് അത്. അമ്മ അതിന്റെ എല്ലാ ഗൗരവത്തോടു കൂടിയും തന്നെ ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ അതൊന്ന്. അപ്പോൾ ഒരു മാസം ഞങ്ങൾക്ക് ആദ്യത്തെ ഇപ്പം ഞാൻ ഈ 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഒന്ന് ഈ കൈനീട്ടവും പ്ലസ് മെഡിക്കൽ കിറ്റും, ആ രണ്ടിന്റെയും ചെലവെന്ന് പറഞ്ഞാൽ 11 ലക്ഷം രൂപ ഒരു മാസം അമ്മയ്ക്ക് ചെലവാക്കേണ്ടി വരുന്നു ഈ വേദന അനുഭവിക്കുന്ന ഈ 350ഓളം പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും വേണമല്ലോ. അതായത് പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ വെറുതെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾ ആവരുത്. അതിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ട് അതിന് എന്തൊക്കെയാണ് അതിന്റെ എക്സ്പേർട്ടുകളായിട്ട് ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്.